ഏത് നിമിഷവും അങ്ങോട്ടേക്ക് നിയമസഭയിലേക്ക് എത്തും. തീർച്ചയായിട്ടും അല്പസമയത്തിനകം പി വി അൻവർ ഇവിടേക്ക് എത്തും. സ്പീക്കർ ഗേറ്റ് വഴിയാണ് അദ്ദേഹത്തിന് ഇന്ന് പ്രവേശനം അനുവദിക്കുക. നമുക്ക് ദൃശ്യങ്ങൾ അല്പസമയത്തിനകം ലഭ്യമാകും. പി വി അൻവർ ഇവിടേക്ക് വരികയാണ് രാജി സമർപ്പിക്കാനായി എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ ഉറപ്പിക്കാം. പി വി അൻവർ നിലമ്പൂരിന്റെ MLA പി വി അൻവർ MLA നിലയിൽ ഈ ടീമിൽ ഒരുപക്ഷെ അവസാനമായി നിയമസഭയിലേക്ക് എത്തുകയാണ്. രാജി വയ്ക്കാൻ തന്നെയാകും അദ്ദേഹം എത്തുന്നതാണ് മനസ്സിലാക്കേണ്ടത്. പി വി അൻവർ ഇപ്പോൾ സ്പീക്കർ ഗേറ്റ് കടന്ന് ഇവിടേക്ക് വരികയാണ്. അദ്ദേഹം അവിടെ നിന്ന് കാൽനടയായി ഇങ്ങോട്ടേക്ക് വരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. പി വി അൻവർ ഇവിടേക്ക് അല്പസമയത്തിനകം എത്തും. അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിലേക്കും ഒക്കെ പോകേണ്ടതുണ്ട്. പി വി അൻവർ ഈ സ്പീക്കർ ഗേറ്റ് കടന്ന് ഇവിടേക്ക് വരികയാണ്. അദ്ദേഹത്തിന്റെ നിലമ്പൂർ MLA സ്ഥാനം രാജിവെക്കാനായി പി വി അൻവർ ഇതാ നിയമസഭയിലേക്ക് വരികയാണ്. ഗേറ്റിൽ നിന്ന് എപ്പോഴും തുടരുന്ന നാടകീയത ഈ നിമിഷവും അദ്ദേഹം കാത്തുസൂക്ഷിക്കുന്നുണ്ട്. കാറ് ഗേറ്റ് വരെ കാറിൽ വന്ന് അവിടെ നിന്ന് നടന്നാണ് നിയമസഭയ്ക്കകത്തേക്ക് പി വി അൻവർ ഇപ്പോൾ വരുന്നത്. ഒരുപാട് നാടകവും ഒക്കെ ആയിട്ടുണ്ട്. നോക്കട്ടെ, സ്പീക്കറെ കാണട്ടെ. രാജ്യവാർത്ത തള്ളാതെയാണ് പി വി അൻവർ ഇപ്പോൾ സ്പീക്കറെ കാണാനായി അകത്തേക്ക് പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇപ്പോഴും രാജി ഉണ്ടാകുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ അൻവർ സസ്പെൻസ് പൊളിക്കുന്നില്ല. ഇപ്പോഴും പി വി അൻവർ ഇപ്പോൾ സ്പീക്കറുടെ ഓഫീസിനുള്ളിലേക്ക് പി വി അൻവർ പോവുകയാണ്. 10 മിനിറ്റിനകം കാര്യങ്ങൾ പറയാമെന്ന മറുപടിയാണ് അദ്ദേഹം ഇപ്പോൾ നൽകുന്നത്. നമുക്കറിയാം പി വി അൻവറിന്റെ കഴിഞ്ഞ കുറെ നാളുകൾ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് തന്നെയാണ്. അത്യന്തം നാടകീയമാണ്, അത്യന്തം സസ്പെൻസ് നിറഞ്ഞ നീക്കങ്ങളാണ് പി വി അൻവർ എന്ന MLA രാഷ്ട്രീയ നേതാവ് നടത്തുന്നത്. അദ്ദേഹം സ്പീക്കർ ഗേറ്റ് വഴി വന്ന് അവിടെ കാർ പാർക്ക് ചെയ്ത് കാൽനടയായാണ് ഇവിടേക്ക് സ്പീക്കറുടെ ഓഫീസിലേക്ക് നടന്നറിയാം എത്രത്തോളം വാർത്താ പ്രാധാന്യം അദ്ദേഹത്തിന് ലഭിക്കുമെന്നുള്ളത്. സ്വാഭാവികമായും ഏറ്റവും വലിയ ചർച്ചയായി മാറുന്നത് ഈ മണിക്കൂറുകളിൽ പി വി അൻവറിന്റെ ഭാവി തന്നെയാണ്. പി വി അൻവർ രാജിവെക്കുമോ ഇല്ലയോ എന്നുള്ളത് തന്നെയാണ്. അല്പസമയത്തിനകം സ്പീക്കർ ഷംസീർ ഇവിടേക്ക് എത്തും. സ്പീക്കർ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയായ നീതിയിലാണ് ഉള്ളത്. അവിടെ നിന്ന് അല്പസമയത്തിനകം സ്പീക്കറും ഇവിടേക്ക് എത്തും. അതിനുശേഷം സ്പീക്കറും ഷംസീറും കൂടിക്കാഴ്ച നടത്തും. ആ കൂടിക്കാഴ്ചയിൽ അൻവർ രാജി നൽകിയേക്കും തന്നെ നമുക്ക് ഇപ്പോഴും ഉറപ്പിച്ചു പറയാൻ കഴിയും. പക്ഷെ പി വി അൻവർ എന്ന രാഷ്ട്രീയ നേതാവായതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഒരു പോസ്റ്റ് നമുക്കിപ്പോഴും ഇടാൻ കഴിയുന്ന ഒരു സംശയം പ്രകടിപ്പിക്കുന്നത്. പക്ഷേ അൻവറിന് മറ്റു വഴികളില്ല. അൻവർ രാജിക്ക് നിർബന്ധിതനായി രണ്ട് കാരണങ്ങൾ കൊണ്ട്. ഒന്ന്, മമതാ ബാനർജി തൃണമൂൽ കോൺഗ്രസിന്റെ അധ്യക്ഷ അൻവറിനോട് രാജിവെച്ച് തെരഞ്ഞെടുപ്പ് നേടാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു. മറ്റൊന്ന്, പി വി അൻവറിന് അയോഗ്യതയുടെ അയോഗ്യതാ ഭീഷണി നിൽക്കുന്നു. പി വി അൻവർ അയോഗ്യനാക്കപ്പെടുമെന്ന ഭീഷണി നിലനിൽക്കുന്നു. അതുകൊണ്ട് കൂടിയാകാം ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് പി വി അൻവർ രാജിയിലേക്ക് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുന്നത്. ശ്രീജ, അരുൺ,